ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ പനീർ ഉണ്ടാക്കാൻ പോവാ. ഹോം മെയ്ഡ് പനീർ. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഉണ്ടാക്കുന്നത് എപ്പോഴും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എപ്പോഴും ഓള് വീട്ടിൽ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് പനീർ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വെറുതെ ഇതുവരെ പുറത്തുനിന്ന് വാങ്ങുന്നത്, അവൾ എത്ര നന്നായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ ഒരു പ്രാവശ്യം ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കഴിച്ചു പോയി. അത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിചാരിക്കാം. അത് ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് പാലുണ്ട്, കുറേ പാലുണ്ടായിരുന്നു. കുറേയൊക്കെ ഫ്രിഡ്ജിൽ തന്നെ കുറേ ഉണ്ട്. ചീത്തയായിപ്പോയി, ഇത്ര വെറുതെ കിട്ടുന്ന ഒക്കെ വേറെ ചീത്തയായിപ്പോയി. ഞാൻ പാൽ കുടിക്കൂല, ചായ കുടിക്കൂല, വേറെ എനിക്ക് പാലിൻ്റെ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ മിഥുനും ഇല്ല. അപ്പോൾ വെച്ചിട്ട് ചീത്തയായി പോയിരുന്നു, കുറേയൊക്കെ ചീത്തയായിപ്പോയി. ഇത് 3 ഉണ്ട് ഇന്നത്തെ ഡേറ്റിൻ്റെ. അപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പം come on, let's make homemade paneer. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒക്കെ കാണിച്ചല്ലോ. ഇനി ഞാൻ ഓരോന്നാക്കിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന്. ഞാൻ ഓരോന്നാക്കിയിട്ട് ഓരോരോ പാക്കറ്റ് ഇടുകയാണ്. എനിക്ക് അങ്ങനെ വെച്ചിട്ട്, ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ആക്കാൻ അറിയില്ല. അപ്പോൾ ഓരോരോ പാക്കറ്റ് ഞാൻ മെല്ലെ ഇടുകയാണ്. അപ്പോൾ ഇതാ 3 പാക്കറ്റ് ഫുള്ള് ഇത്ര വലിയ ഇതിൽ ഞാൻ പാലിട്ടു. അതിപ്പോൾ സിമ്മിലാണ് വെച്ചത്. ഇത് മീഡിയമിൽ വെക്കാം. ലെറ്റ് ഇറ്റ് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ മെല്ലെ വിനെഗറും വെള്ളം ഇടാം. നമ്മൾ ചോറിൻ്റെ കൂടെ കറിയൊക്കെ വെക്കുന്ന ഒരു ചെറിയ ബൗൾ ഉണ്ടാവും അല്ലേ, അതിൽ ഹാഫ് വിനെഗറും അതിൻ്റെ ഹാഫ് വെള്ളമാക്കിയിട്ട് ഇതിലിട്ടാൽ മതി. എന്നിട്ട് മെല്ലെ സ്റ്റേർ ചെയ്തുകൊണ്ടിരിക്കുക. മെല്ലെ സ്റ്റേർ ചെയ്തിട്ട് അതാവും. പിന്നെ ഒരു ക്ലോത്തിൽ അങ്ങനത്തെ അതിനെ പീഞ്ഞ് എടുക്കണം. ഞാൻ അതൊക്കെ കാണിച്ചു തരാം, ചെയ്ത് കാണിച്ചു തരാം. ഇത് ബൗളാട്ടോ എടുത്തത്. ഇതിൻ്റെ ഹാഫ് വിനെഗർ എടുത്തിട്ടുണ്ട്. ഇപ്പം അല്ല ഇടുക, ഞാനത് മിൽക്കൊക്കെ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇടുക. അപ്പോൾ ഇതിൻ്റെ ഹാഫ് വിനെഗർ എടുത്തിട്ട് ഹാഫ് വെള്ളവും എടുക്കും. ഇത് വേഗം ഉണ്ടാവുന്ന സ്റ്റെപ്പാണ്. അന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ വേഗം പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ട് വേഗം ഇത് ഉണ്ടാക്കുക. ഉച്ചയ്ക്ക് കഴിക്കാൻ കറി ദാല് ഉണ്ടാക്കുക, പിന്നെ പനീർ ഉണ്ടാക്കുക. എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ആലു ഭുജിയ കഴിക്കുക. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജങ്കൊന്നും കഴിക്കില്ല വിചാരിച്ചത്, പക്ഷേ 1-2 സ്പൂണൊക്കെ കഴിക്കുന്നതിൽ പ്രശ്നമില്ല. അല്ലെ പെട്ടെന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ട് വെയിറ്റ് കുറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാനാണ് ഭയങ്കര ഫുഡ് ചെയ്യുക. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുറേയൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ബോഡിക്ക് മനസ്സിലാവില്ല ഇതെന്താ വരുന്നത്. അപ്പം ബോഡിക്ക് ഡെയിലി കുറച്ച് ഷുഗർ ഇല്ല കേട്ടോ, ജസ്റ്റ് ഫ്രൂട്ട്സ് നാച്ചുറൽ ഷുഗർ മാത്രമല്ല, അല്ലാണ്ട് ഞാൻ വേറെ കഴിക്കുക. അപ്പോൾ ബോഡിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ബോഡിക്ക് അറിയാം ഇതുണ്ട്. എന്നാലും ബോഡി വെയിറ്റ് ലൂസ് ചെയ്യുക, അതുകൊണ്ട് ബോഡീനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര കഴിക്കുള്ളൂ. ഇനി പിന്നെ ആകെ 2 ആഴ്ച 16 ഡേയ്സ് അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പോവും. പക്ഷെ എൻ്റെ കിച്ചൺ ഒന്നും ഇപ്പം ഞാൻ ഒക്കെ ഡിസോർഗനൈസ് ആയിട്ട് വെച്ചത്. ഓരോന്ന് സാധനം പാക്ക് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം പാക്ക് ചെയ്ത സാധനങ്ങൾ. ഇതാ ഓൾമോസ്റ്റ് ഒക്കെ പാക്ക് ചെയ്തു. ഇവിടുന്ന് ഒക്കെ എല്ലാ സാധനവും ചെറുത് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് മെല്ലെ പാക്ക് ചെയ്യും. ബൈ സൈഡ് നമുക്ക് ഉള്ളി മുറിക്കുക. ജസ്റ്റ് ഇൻ കേസ് പനീർ ഉണ്ടാക്കാൻ മനസ്സ് തോന്നി, അല്ല ദാൽ ഉണ്ടാക്കാൻ, എന്ത് വേണം എൻ്റെ മനസ്സ് തോന്നും. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഉള്ളി ചോപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ നമ്മളെ പാല് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. അയ്യോ, ബോയിലാവുന്നതിന് നമുക്ക് വിനെഗർ വേഗം ആഡ് ചെയ്യാം. വിനെഗർ, അത്ര തന്നെ വെള്ളം, ഹാഫ് കപ്പ് മതി. അത് കഴിഞ്ഞിട്ട് ഇത് സ്റ്റേർ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിങ്ങനെ കുറേ നേരം സ്റ്റേർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഫുൾ ടൈം എന്തായാലും കാണാൻ പോകുന്നില്ലല്ലോ ഞാൻ സ്റ്റേർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതിങ്ങനെ ആയിക്കൊണ്ട് വരിക. ഇത് എനിക്ക് തോന്നുന്നു കത്തിപ്പോയി കുറച്ച്, അതാണ് ഇങ്ങനത്തെ കളർ വരുന്നത്, വേറെ ഓറഞ്ച്. എൻ്റെ പനീർ എനിക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത്
അത് ഞാൻ ഒരു ക്ലോത്തിൽ കെട്ടി അതിന് വെള്ളമൊക്കെ പോക്കിയിട്ട് ഒരു ഹാഫ് ആൻ അവർ ആയി ക്ലോത്തിൽ കെട്ടി വെച്ചതായിരുന്നു. നിങ്ങൾക്ക് എന്ത് വേണേൽ ഷേപ്പിൽ കെട്ടി വെക്കാം. ഞാൻ വലിയ ഷേപ്പിലൊന്നും കെട്ടി വെച്ചിട്ടില്ല. ഇതാണ് ഫുള്ള് വെള്ളമൊക്കെ ആക്കിയിട്ട് 30 മിനിറ്റ്സ് ഇങ്ങനെ അറ്റ്ലീസ്റ്റ് മിനിമം 30 മിനിറ്റ്സ്, അതിന് കൂടുതൽ എത്ര വേണേൽ 1 hour മേ ബി വെക്കാം. അപ്പം ഒരു 30 മിനിറ്റ്സ് ആയില്ല, 30 മിനിറ്റ്സ് ആയില്ല, 20 മിനിറ്റ്സ് ആയിട്ടുള്ളൂ. ഒരു 10 മിനിറ്റും കഴിഞ്ഞിട്ട് ഞാനിത് തുറന്നിട്ട് ഇതിൽ തന്നെ ഒരു കറി ഉണ്ടാക്കി നോക്കട്ടെ. അത് തുറന്നിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ശരിയാവോ ഇല്ലയോ എന്നറിയില്ല, അത് നോക്കട്ടെ. ഇതാണ് പനീർ ഉണ്ടായത്. ഇത് പെർഫെക്റ്റ്ലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കട്ടെ. അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എത്ര സിമ്പിൾ ആയിരുന്നു. ജസ്റ്റ് വിനെഗറും വാട്ടറും ഹാഫ് ഓഫ് പ്രപ്പോർഷനിൽ ഇടുക, അത് സ്റ്റർ ചെയ്യുക, ഒരു ക്ലോത്തിൽ അതിൻ്റെ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്യുക. 30 മിനിറ്റ്സ് ആ ക്ലോത്ത് ഒരു സൈഡിലേക്ക് എന്ത് വേണം ഷേപ്പിലാക്കിയിട്ട് സൈഡിലേക്ക് ആക്കി വെക്കുക. പനീർ ഇസ് റെഡി. അപ്പം ഇതിൽ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. സോ ഇനി പനീർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കറി ഉണ്ടാക്കാൻ നോക്കട്ടെ. നമ്മളിതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതിലൊന്നുമില്ല, ജസ്റ്റ് ഉള്ളി, തക്കാളി, കാഷ്യൂസ് കുറേ ഉണ്ട്. ഇത് 3 എണ്ണം മാത്രമല്ല, ഞാൻ എക്സ്ട്രാ ഇട്ടതാണ്. ഉള്ളി, പിന്നെ എല്ലാ മസാലകളും, ഗാർലിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഗാർലിക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിൽ പനീർ റോസ്റ്റ് ചെയ്യാം നമുക്ക്. പനീർ കറി ലുക്ക് ഇല്ലെങ്കിലും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചുള്ളൂ, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനേ പറ്റുള്ളൂ ഇത്. സോ അതായിരുന്നു പനീർ. ഞാൻ വലിയ ഇൻഫോർമേറ്റീവ് അല്ലാണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഇതാ നമ്മളെ പനീർ ഞാൻ കുറച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാനും വിചാരിച്ച്. നല്ല ടേസ്റ്റി, നല്ല ക്രീമി ആയിട്ടുള്ളതാണ്. ലുക്ക് വലുതില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വിചാരിച്ചാൽ ദാലുണ്ട്. അപ്പം ലുക്ക് ഇല്ലെങ്കിലും ടേസ്റ്റ് മതിയല്ലോ. സോ അതായിരുന്നു നമ്മൾ പനീറിൻ്റെ സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കിയത്. സോ വലിയ ഇൻഫോർമേറ്റീവ് അല്ല, ബിക്കോസ് എനിക്ക് എല്ലാ പ്രോസസ്സും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലോ, ഇത് വെരി സിമ്പിളാണ്. പിന്നെ മറ്റ് 30 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കൂല, അത് 1 hour മാറ്റി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് 1 hour മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക തണുക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് അത് കുറച്ചുകൂടി ഉറപ്പായിട്ട് നല്ല കൂടുതൽ ടേസ്റ്റാവും. എനിക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം തന്നെ ലൈക്ക് വിതിൻ 40 മിനിറ്റ്സ് തന്നെ ഇത് കട്ട് ചെയ്തതാണ്. പക്ഷേ കുറച്ചുകൂടി നല്ലോണം ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് ക്ലോത്ത് ഇങ്ങനെ പൂട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ബൈ.